പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ്, ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പരാതിക്കാരൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. ഈ പറഞ്ഞ ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വന്നിരിക്കുന്ന ഫ്രോഡായിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റീസ് മുഖാന്തരം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി രാജ്യത്തില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കോടതിയോ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോ ആരെയും വെർച്വൽ അറസ്റ്റിൽ വെക്കുന്നില്ല. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ വീഴരുത്. അതുപോലെ നമുക്ക് പരിചിതരല്ലാത്ത ആൾക്കാർക്ക് ഒരു കാരണവശാലും ട്രാൻസാക്ഷൻസ് ചെയ്യരുത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് മുഖാന്തരം ട്രാൻസാക്ഷൻസ് നടത്തുക. അതുപോലെ ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ, അതുപോലെയുള്ള ലിങ്കുകൾ, വ്യാജ ലിങ്കുകൾ, ഇതിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർ ചെയ്യരുത്.